ഹലോ ഗൈസ്, ഇന്ന് എനിക്ക് പ്രാക്ടിക്കൽ സെക്ഷനാണ്. അപ്പോൾ സാറ് എൻ്റെ അടുത്ത ശേഷം അതിൽ ഫ്രീ ആണോ, നമ്മളിന്ന് ട്രാവലർ എടുക്കാൻ പോകുന്നുണ്ട്, എന്നാണ് ഡെലിവറി ഇയാൾ വരുമ്പോൾ ഞാൻ ശേഷം കേട്ട ബാബി കേൾക്കാത്ത ബാബി ഞാൻ അപ്പോഴും യെസ് എന്നാണ് പറഞ്ഞു. അങ്ങനെ നമ്മളിപ്പം ട്രാവലർ എടുക്കാൻ പോവുകയാണ്. അയ്യോ നല്ല രസമായിരുന്നു. അത് കണ്ടപ്പം വീട്ടിൽ കാർ എടുക്കാൻ പോയ ആ ഒരു ഫീലായിരുന്നു ഭയങ്കര സന്തോഷം. നമ്മളെപ്പോഴും എല്ലാവരും പല ഇതിലാണ് വരണം എന്ന് വെച്ചാൽ ആരും അടുത്തുള്ളവരെല്ലാം പലരും പല സ്ഥലത്താണ് നിൽക്കുന്നത് ഹോസ്റ്റല്. പലരും പല ടൈമിനാവും സാറ് പറയുമ്പോഴത്തേക്ക് എത്തുന്നതൊക്കെ. ഇത് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ട്രാവലറാണ്. അപ്പം എല്ലാവരും അവിടെ എത്തിയാൽ മതി. ഇപ്പം എല്ലാവർക്കും ഒന്നിച്ചിപ്പോല എല്ലാവരും ഒരേപോലെ സേഫായിട്ട് എത്തുകയും ചെയ്യുന്ന സമയത്ത് അങ്ങനെ കേൾക്കുന്നത് മുറിച്ച് ഈ വണ്ടി എടുത്തത് കഴിഞ്ഞിട്ട് നമ്മളവിടെ സമയം പോയി തരുന്നുണ്ട്. സമയം അപ്പം തന്നെ 2 മണിയോളം കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങിയതാണെങ്കിലും ഹോട്ടൽ ഇവിടെയാണെങ്കിൽ അതിൻ്റെ പാർക്കിങ് ഡ്രോയിങ് തപ്പറമായിരിക്കും. അത്രയ്ക്കുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്തുള്ള ഒരു കടയിലാണ് കയറിയത്. അവർക്ക് ഓൾറെഡി അവിടുത്തെ ഫുഡിൻ്റെ ഫോട്ടോഗ്രാഫി എല്ലാം ചെയ്തിരിക്കുന്ന സാറാണ്. അങ്ങനെ അവിടെ കയറി ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷനാണ്. പ്രാക്ടിക്കൽ സെക്ഷൻ നമ്മളെല്ലാവരും ഒന്നിച്ച് അയ്യോ വണ്ടി കയറാൻ പോവാണ്. അയ്യോ എന്താ നമ്മളെ മുഖത്ത് കാണാണ്ടായ എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ടെന്ന്. അയ്യോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ആതിരപ്പള്ളിയിലോട്ടാണ് പോകുന്നത്. അങ്ങനെ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് അടിച്ച് പൊളിച്ചങ്ങ് പോയി. പിന്നെ എവിടെ സാറിൻ്റെ കുടുംബശ്രീയുടെ ഒരു യൂണിറ്റ് ഉണ്ട്, അവിടുത്തെ ഫുഡ് നല്ലതാന്ന് പറഞ്ഞു. പക്ഷെ അത് പൂട്ടിപ്പോയി. പിന്നെ നമ്മൾ വേറൊരു കടയിലാണ് നടത്തിയത്. ഞാൻ പക്ഷെ ഓൾറെഡി ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവളത് തീരെ ദീപ്തിയുടെ ഇലയിൽ എൻ്റെ ചോറ് കൂടെ തട്ടിയിട്ട് തന്നെ കഴിച്ചു. ദീപ്തിയുടെ ചോറ് കൂടെ ഞാനാണ് കഴിച്ചത്. ദീപ്തി ചോറധികം കഴിക്കില്ല. അങ്ങനെ പിന്നെ ഇതുപോലത്തെ കാഴ്ചകൾക്ക് കണ്ടെന്നാൽ രസമില്ലായി. അങ്ങനെ പോവും. നമ്മൾ ആതിരപ്പള്ളി ചെക്ക് പോസ്റ്റിലെത്തി. അവിടെ നിന്ന് പിന്നെ നമ്മൾ നടന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്.